ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാണ് വിവോയുടെ S200F എന്ന് പറയുന്ന കുഞ്ഞൻ ഫോൺ. ഈ കുഞ്ഞൻ ഫോണിൽ അടിപൊളി ക്യാമറ സിസ്റ്റം ഉണ്ട്. അതായത് സെയ്സ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. S200 സീരീസ് നമുക്കറിയാം, നല്ല കിടിലൻ ക്യാമറയാണ് വിവോയുടെ. ഇവിടെ അതിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, S200FE എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനകത്തും നല്ല ക്യാമറയാണ് ഇരിക്കുന്നത്, നല്ല ബാറ്ററിയാണ്, നല്ല ഡിസ്പ്ലേ ആണ്, നല്ല പെർഫോമൻസ് ആണ്. അത്യാവശ്യം എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില പോരായ്മകളുണ്ട്, അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നല്ല വശങ്ങളും പോരായ്മകളും രണ്ടും മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചൂസ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് പെട്ടെന്നൊന്ന് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് വിശദമായ കാര്യങ്ങളിലേക്ക് വരാം, എസ്പെഷ്യലി ക്യാമറ. സോ ആദ്യം തന്നെ ഈ കാണുന്നതാണ് S200FE എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോണാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഡിസൈനിലേക്ക് നമുക്ക് കൂടുതൽ വരാം. അതിനു മുമ്പ് ബോക്സിൽ വേറെ ഒരു കേബിള്, ഒരു ചാർജർ ഇരിക്കുന്നുണ്ട്, ചാർജിങ് കേബിളുണ്ട്. അതേപോലെ മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ ഒരു കേസ് ഇരിക്കുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്, പിന്നെ ഒരു കാർഡും കാണുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് X200FE എന്ന് പറയുന്ന വിവോയുടെ ആ പുതിയ കോമ്പാക്റ്റ് ആയ കുഞ്ഞൻ ഫോൺ. ഈ ഫോൺ 3 കളറിലാണ് വരുന്നത്. ഒന്ന് ആംബർ യെല്ലോ, ലക്സ് ഗ്രേ, ഫ്രോസ്റ്റ് ബ്ലൂ. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്രേ കളറാണ്. 7.9 mm ആണ് തിക്നെസ് വരുന്നത്. സോ സ്ലിം ആയ ഡിവൈസ് ആണ്. 186 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയ ഡിവൈസുമാണ്. സ്ലീക്ക് ആയിട്ടുള്ള മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബിൽറ്റ് ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല. മെറ്റാലിക് സാൻഡ് AG ബാക്ക് ആണ് ബാക്കിൽ വരുന്നത്. ഷോർട്ട് സെൻസേഷൻ കോർ ഗ്ലാസ് ആണ് ഫ്രണ്ടിലെ പ്രൊട്ടക്ഷൻ. IP68, 69 തുടങ്ങിയ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഓവറോൾ നല്ല കോമ്പാക്റ്റ് ആയ, ഒതുങ്ങിയ, ഡ്യൂറബിൾ ആയ, നൈസ് ആയ ഒരു ഫോൺ. ഈ ഫോണിന്റെ മെയിൻ ഘടകം ഉറപ്പായിട്ടും S200 സീരീസ് എന്ന് പറയുമ്പോൾ ക്യാമറയാണ്. എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് അറിയാം. സോ ക്യാമറ സാമ്പിളുകൾ കണ്ടുകൊണ്ട് തുടങ്ങാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 മെഗാപിക്സലിന്റെ സെയ്സ് മെയിൻ ക്യാമറയാണ് വരുന്നത്. സോണി IMX921 OIS സപ്പോർട്ട് അടക്കമുള്ള ക്യാമറയാണ്. അതിന്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അടുത്ത ക്യാമറ 50 മെഗാപിക്സലിന്റെ സെയ്സ് സൂപ്പർ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. സോണി OIS ക്യാമറ തന്നെയാണ്. 100x സൂം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാപിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. 50 മെഗാപിക്സലിന്റെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറ ഇമേജുകൾ അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. മെയിൻ ക്യാമറ കൊണ്ട് ഞാൻ എടുത്ത കുറച്ചധികം ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഫോട്ടോസും. സോ അത്യാവശ്യം നല്ല ക്യാമറയുള്ള ഒരു ഫോൺ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ, അതും ഇത്തിരി ഒതുങ്ങിയ ഒരു ഫോൺ അന്വേഷിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ S200FE പരിഗണിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. മെയിൻ ക്യാമറയിലും സെൽഫി ക്യാമറയിലും നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സാമ്പിളുകൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സെയ്സ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് എന്ന് പറയുന്നത് പല ഫോക്കൽ ലെങ്ത്തുകളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. അതിൻ്റെ ചില സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇതൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ് എന്ന് പറയുന്ന മോഡൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ സ്ട്രീറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ അത് കുറേ കൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്ന സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വിവോയുടെ ഫോണാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചധികം AI ഫീച്ചേഴ്സ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. 1, 2, 3 ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് മാജിക് മൂവ്. നമ്മൾ ജസ്റ്റ് ആ ഇമേജിൽ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. നമുക്ക് മാജിക് മൂവ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ ആ ഇമേജിൽ തന്നെ വേറൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം റീഫിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഭംഗിയാക്കിയും കയ്യിലോട്ട് തരും. പിന്നെ ഇമേജ് എക്സ്പാൻഡർ. ഒരു ഇമേജിനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമേജ് എക്സ്പാൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിനെ ഒന്ന് വലുതാക്കി തരുന്ന സൗകര്യം നമുക്ക് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാം. പിന്നെ റിഫ്ലക്ഷൻ ഇറേസ്. നമ്മളെടുത്ത ഫോട്ടോയിൽ എന്തെങ്കിലും റിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിഫ്ലക്ഷൻ ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ റിഫ്ലക്ഷൻ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് തരും. പിന്നെ ഇറേസ് നമുക്ക് അറിയാവുന്നതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇതുപോലെ ഈസി ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ അത് ഇറേസ് ചെയ്ത് ക്ലിയർ ആക്കി തരും. പിന്നെ ഫോട്ടോ എൻഹാൻസ്. നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട് അതിനകത്ത് റിപ്പയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോയിലൊന്ന് എൻഹാൻസ് ചെയ്ത് ക്വാളിറ്റി മറ്റൊക്കെ ഒന്ന് കൂട്ടിക്കാണി. സോ ഇങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചറുകൾ ഉണ്ട് ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത്. എല്ലാം യൂസ് ചെയ്ത് നോക്കുക. ഞാൻ 3-4 ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പോൾ ക്യാമറയുടെ ഒരു സെക്ഷൻ മൊത്തത്തിൽ പിടികിട്ടിയല്ലോ. ഇനി ഈ ഫോണിന്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി കാണിച്ചു, എന്നാലും ഒരു ഓവർവ്യൂ പെട്ടെന്നൊന്ന് കാണിക്കാം. താഴെ സ്പീക്കർ ഗില്ല്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, ഡുവൽ നാനോ സിം സ്ലോട്ട്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. റിയർ സൈഡിലെ ക്യാമറ മോഡ്യൂളിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഇവിടെ കാണാം. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ബെസിൽസ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലുള്ള നല്ലൊരു ഫുൾ സ്ക്രീൻ വ്യൂവിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ ആണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ വരുന്നത്. ഡിസ്പ്ലേ അടിപൊളി ക്വാളിറ്റിയാണ്. കോമ്പാക്ട് സൈസ് ആണ്. 6.31 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 6.31 ഇഞ്ച് വരുന്ന സെയ്സ് മാസ്റ്റർ കളർ അമോലഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഡിസ്പ്ലേ ക്വാളിറ്റിയിലടക്കം സെയ്സിന്റെ ടച്ച് വരുന്നുണ്ടെന്ന് അർത്ഥം. 1.5K റെസൊല്യൂഷനിലാണ് ഡിസ്പ്ലേ വരുന്നത്. 5000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല കണ്ടോ. സോ നല്ല ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നല്ല സൗണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. സോ ഓഡിയോ ക്വാളിറ്റി കേട്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ പോലുള്ള സംഭവങ്ങളൊക്കെ HDR10 തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് HDR-ലും മറ്റുമൊക്കെ നല്ല രീതിയിൽ കണ്ടന്റുകൾ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും.
സോ ഓവറോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ ഇല്ല, സെറ്റാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ സൈസ് കണ്ടിട്ട് കുറവാണെന്ന് വിചാരിക്കില്ലേ. 6500 mAh ഹ്യൂജ് ബാറ്ററിയാണ് ഈ കുഞ്ഞൻ സൈസിനകത്ത് അവർ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോ അത് അടിപൊളിയാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു വിഷയമില്ല. ഒരു ദിവസം, 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരെ, സാധാരണ യൂസ് ആണെങ്കിൽ 2 ദിവസം വരെ സുഖമായിട്ട് കിട്ടുന്ന ബാറ്ററി ലൈഫാണ് ഈ ഒരു ഫോണിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. സോ ബാറ്ററി ലൈഫ് ചാർജിങ് സെറ്റാണ്. ഈ ഭാഗത്ത് ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഫോണിൽ വരുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ എന്നാലും അതൊരു പോരായ്മയാണ്, അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ Dimensity 9300+ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസർ തന്നെയാണ് ഇരിക്കുന്നത്. സോ ടോപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. ഇവർ പറയുന്നത് 60 മന്തിൻ്റെ ഒരു സ്മൂത്ത് ഓപ്പറേഷനാണ്. 60 മന്തിൻ്റെ സ്മൂത്ത് ഓപ്പറേഷൻ. എന്തായാലും LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും 3800 mm VC കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പെർഫോമൻസിൽ നമുക്ക് യാതൊരു ഇഷ്യൂയും ഫേസ് ചെയ്തിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ഈ സിസ്റ്റം തരുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള യൂസിനായാലും വിഷയമല്ല. അത്യാവശ്യം ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഞാൻ കളിച്ച് നോക്കി. ഗെയിമൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് ഇതിനകത്ത് കളിക്കാം. ഇതൊരു കോമ്പാക്ട് ഫോണാണ്. ഇതെടുത്തൊരു ഗെയിം കളിക്കാൻ ആരും തീരുമാനിക്കില്ല. ഇനി തീരുമാനിച്ചാലും വിഷയമൊന്നുമില്ല. ടോപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്, വിഷയമില്ല. ഈ ഭാഗത്ത് ആകെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ 4.something ഒക്കെ കൊടുക്കാമായിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. എന്നാലും പെർഫോമൻസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്കയാണ്. ഞാൻ കളിച്ച് നോക്കി, ഗെയിം അടക്കം BGMI അടക്കം ഞാൻ ഇതിനകത്ത് കളിച്ച് നോക്കി, വിഷയമൊന്നുമില്ല, നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ സിസ്റ്റം പെർഫോമൻസിലായാലും ഗെയിമിങ്ങിനായാലും ഈ ഫോണിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല, നൈസാണ്. എങ്കിലും ആ പോരായ്മ ഞാനൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമ്മൾ 2 ഭാഗങ്ങളും പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. മൈൻഡിൽ വെച്ചോളൂ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർ വേണമെങ്കിൽ ഒഴിവാക്കാമല്ലോ. BGMI ഒക്കെ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീം പ്ലസിലാണ് കളിക്കാൻ പറ്റുക. സോ അതൊക്കെ ഡീസൻറ്റ് ലെവലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം ഓക്കെ. സോ എന്തായാലും പെർഫോമൻസിൽ വേറെ തകരാറുകളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് മറ്റ് AI ഫീച്ചേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോയുടെ ഭാഗത്തുള്ള AI ഫീച്ചേഴ്സാണ്. അതല്ലാതെ എല്ലാതരം സംഭവങ്ങളുണ്ട്. അതായത് സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ Gemini വരും. Gemini ലൈവ് അടക്കമുള്ള എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ സർക്കിൾ ടു സെർച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എന്താ വേണ്ട വെച്ചാൽ സർക്കിൾ ചെയ്ത് കൊടുത്തോണ്ട് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാം. പിന്നെ AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ്, നമ്മുടെ ടെക്സ്റ്റ് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് സ്ക്രീനിൽ കാണുന്നതെങ്കിൽ നമുക്ക് സൈഡ് ബാർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം, ഏത് ലാംഗ്വേജ് ആണെങ്കിലും. പിന്നെ AI ലൈവ് ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു ഫോട്ടോ എന്നൊക്കെ നമുക്ക് ഏതെങ്കിലും കുറച്ച് ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കണമെങ്കിൽ ഈസി ആയിട്ട് ഗാലറിയിൽ നിന്ന് തന്നെ അത് ആ ഫോട്ടോയിൽ നിന്ന് തന്നെ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാം. സ്മാർട്ട് സമ്മറി, AI കോൾ ട്രാൻസ്ലേഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണോ, സമ്മറൈസ് ചെയ്യണോ, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യവും ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ അങ്ങനെ AI ഫീച്ചേഴ്സ് ഒരുവിധം വേണ്ടുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. സോ AI ഫീച്ചേഴ്സിൻ്റെ ദൗർലഭ്യമൊന്നുമില്ല, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. എല്ലാം വാങ്ങിക്കുമ്പോൾ ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇതിൽ FunTouchOS 15 ആണ് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ 4-5 വർഷം കൊണ്ട് നടന്ന് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് USB 2.0 ആണ് പോർട്ട് വരുന്നത്. അതുപോലെ Wi-Fi 7 ഉണ്ട്, Bluetooth 5.4 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കണക്ടിവിറ്റി സംവിധാനങ്ങളുണ്ട്. സോ കണക്ടിവിറ്റിയെ കുറിച്ച് ടെൻഷൻ വേണ്ട. സോ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ എല്ലാ ഘടകങ്ങളും പറഞ്ഞു. 12 GB RAM 256 GB സ്റ്റോറേജ്, 16 GB RAM 512 GB സ്റ്റോറേജ്, അങ്ങനെ 2 RAM ആൻഡ് സ്റ്റോറേജ് വേരിയന്റിൽ ഇത് വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 16 GB 512 GB സ്റ്റോറേജിന് 59,999 ആണ്. 12 GB RAM 256 GB സ്റ്റോറേജിന് 54,999 വരുന്നുള്ളൂ. ഇതിന്റെ ചില ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. എന്തായാലും ഈ ഫോണിൻ്റെ നല്ല വശങ്ങളും ഓരോ ഭാഗത്തും ഞാൻ കണ്ട പോരായ്മകളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ രണ്ടും കൂടി ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് പറയുക. എന്നെ സംബന്ധിച്ച് ഈ ഫോണിൻ്റെ ഡിസൈൻ ആയാലും ഈ കോമ്പാക്ട് ഫോം ഫാക്ടർ ആയാലും ആ ഫോം ഫാക്ടറിലും ഇത്രയും നല്ല ബാറ്ററിയും ചാർജിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പരിഗണിക്കുമ്പോൾ എനിക്കിത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കോമ്പാക്ട് ഫോം ഫാക്ടറിലേക്ക് ഫോണുകൾ വരുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാറുണ്ട്. പക്ഷേ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മാക്സിമം ഒഴിവാക്കി എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഒരു നല്ല അഭിപ്രായം പറയാവുന്ന ഫോണാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. ഞാൻ ഇംപ്രസ്ഡ് ആണ്, നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഉണ്ടാവുമല്ലോ അല്ലേ. സോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.